ഇന്ത്യയിൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്നത് LDF ഭരിക്കുന്ന കേരളമാണ്. ആ കേരളത്തിന് ആശാ വർക്കർമാർക്ക് നൽകേണ്ട ഫിക്സഡ് ഇൻസെന്റീവ് കുടിശ്ശികയാക്കി മോദി സർക്കാർ നൽകാനുള്ളത് 100 കോടി രൂപയാണ്. പക്ഷേ SUCIയുടെ ആശാ വർക്കർ സമരം മോദിക്കെതിരെയല്ല, കേരള സർക്കാരിനെതിരെയാണ്. ഇതിന്റെ രാഷ്ട്രീയം എന്താണ്? കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതം. പാലക്കാട് പറളിയിൽ സഹപാഠിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായി. കൗമാരക്കാർക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ വിഷയങ്ങൾ ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം ആശാവർക്കർ SUCI നയിക്കുന്ന ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സമരത്തെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ പ്രതിപക്ഷ തീരുമാനം. SUCI ആശാവർക്കർ മാർച്ചിന് UDFും BJPയും പിന്തുണ നൽകും. അതേസമയം നിയമസഭാ മാർച്ചിൽ അക്രമം അഴിച്ചുവിടാനും സമരക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഹ്വാനം നൽകിയതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. SUCIയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആശാവർക്കർമാരെ മുൻനിർത്തി സർക്കാരിനെതിരെ പ്രചാരണം ആരംഭിച്ചിട്ട് കുറേ നാളുകളായി. ഇതിനെ തുടർന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ SUCI നയിക്കുന്ന ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം ആരംഭിക്കുന്നത്. രാജ്യത്ത് ആശാവർക്കർമാരുടെ ശമ്പളത്തിൽ കുടിശ്ശികയില്ലാതെ ഏറ്റവും കൂടുതൽ തുക നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഇൻസെന്റീവ് ഇനത്തിൽ 100 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുമുണ്ട്. മാത്രമല്ല, ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കായി കേന്ദ്രമന്ത്രി JP നദ്ദയെ മന്ത്രി വീണ ജോർജ് നേരിൽ കണ്ടു. ആവശ്യങ്ങൾ ഓരോന്നായി മുന്നോട്ട് വച്ചു. ഇവയെല്ലാം മറച്ചുവെച്ചാണ് SUCIയും പ്രതിപക്ഷവും ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ആശമാരെ ഇളക്കിവിടാൻ ശ്രമം നടത്തുന്നത്. സമരപ്പന്തലിൽ VD സതീശൻ മുതൽ BJP നേതാവ് സുരേഷ് ഗോപി വരെ എത്തി. രണ്ടാം ഘട്ടമായാണ് SUCIയുടെ നിയമസഭാ മാർച്ച്. മാർച്ചിന്റെ ലക്ഷ്യം അക്രമം അഴിച്ചുവിടുകയാണ് എന്നത് SUCI നേതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചോർന്ന സന്ദേശങ്ങളിലുണ്ട് എന്നതാണ് പുതിയ വിവരം. ആശാ ഫൈറ്റേഴ്സ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായാണ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. മാർച്ചിൽ സംഘർഷമുണ്ടായാലേ സർക്കാരിന് ഭയം വരൂവെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. മാത്രമല്ല, മാർച്ച് നടക്കുന്ന ദിവസം തന്നെ ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. വിഷയത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് സമരക്കാരുടെയും പ്രതിപക്ഷത്തിന്റെയും ലക്ഷ്യമെന്ന് ഇതോടെ വ്യക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വിശദമായ വിവരങ്ങൾ നൃപൻ തരും തിരുവനന്തപുരത്ത് നിന്ന്. നൃപൻ, യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന സർക്കാർ വിരുദ്ധ സമരം, SUCI സ്പോൺസേഡ് സമരം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കണം. കേന്ദ്ര പ്രതിപക്ഷം ഇതിനെതിരെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ ഈ സമരക്കാർക്കൊപ്പം ചേരുന്നു എന്നതിനർത്ഥം കേന്ദ്ര നിലപാട്, കേന്ദ്രമാണ് ഇവിടെ യഥാർത്ഥ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് BJP ആ സമരത്തിനൊപ്പം ചേരുന്നുവെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് ഇത് കൃത്യമായ രാഷ്ട്രീയ ലാഭം, കേവലം രാഷ്ട്രീയ ലാഭം മാത്രമാണല്ലോ. അന്ന, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി ഈ വിഷയത്തിൽ മാത്രമല്ല, ഗവർണറുടെ വിഷയമാകട്ടെ, ആ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തുള്ള അവഗണന ആകട്ടെ, സാമ്പത്തികമായി കേരളത്തെ കേന്ദ്രം ഞെരുക്കുന്ന സംഭവമാകട്ടെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗവർണർമാരുടെ ഇടപെടലാകട്ടെ, കേരളത്തിൽ തുടർച്ചയായി ആ കേന്ദ്രം എന്ത് സമീപനം സ്വീകരിക്കുന്നുവോ അതിനൊപ്പം നിൽക്കുന്ന സമീപനത്തിന് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. വികസന കാര്യത്തിൽ കേരളത്തിൻ്റെ ഫണ്ട്, കേന്ദ്രം നൽകേണ്ട ഫണ്ട് കേരളത്തിന് നൽകാതിരിക്കുമ്പോഴൊക്കെ തന്നെ ആ സമീപനത്തിനൊപ്പം നിൽക്കുന്നൊരു തുടർച്ചയാണ്. ആശാ വർക്കർമാരുടെ പേരിലെന്ന തരത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ സമരം നടക്കുന്നുണ്ട്. സമരം തുടർച്ചയായി SUCI ആണ് ആ സമരത്തിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ ആ സമരത്തുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിലെല്ലാം നടക്കുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർ ഒന്നടങ്കം സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുന്നു എന്നാണ്. പക്ഷേ വസ്തുത എന്താണ്? വസ്തുത നമുക്ക് അവസാനം സർക്കാർ തന്നെ, വീണ ജോർജ് എന്ന മന്ത്രി തന്നെ ആ 3 ദിവസത്തിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനം ചെയ്യുന്ന നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, ആശാ വർക്കറിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ, എന്തൊക്കെയാണ് അത് പറയാൻ കാര്യം? ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. 7000 രൂപയാണ്. അത് ഒന്നാമത് ഇത് CITU അടക്കമുള്ള സംഘടനകളുടെ നിരന്തരമായ സമരങ്ങളുടെ ഭാഗമായി VS അച്യുതാനന്ദനാണ് ആദ്യമായി ആശാ വർക്കർമാർക്ക് 500 രൂപ ഓണറേറിയം പ്രഖ്യാപിക്കുന്നത്. അത് നടപ്പിലാക്കുകയും ചെയ്തു. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ വരുന്ന ഘട്ടത്തിലാണ് അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും വലിയ തരത്തിലുള്ള സമരം CITU നടത്തുന്നത്. അത് പിന്നെ 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം ഒന്നാം പിണറായി സർക്കാർ മുതൽ രണ്ടാം പിണറായി സർക്കാർ വരെ ഈ വർഷം വരെയുള്ള ഓണറേറിയത്തിൻ്റെ വർധനവാണ് 1000 നിന്ന് 7000 രൂപയെ വർദ്ധിക്കുന്നത്. ഇന്ത്യയിൽ ഇന്നും 500 രൂപ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം ഉണ്ട്. കേരളത്തിലെ 85% മുകളിൽ വരുന്ന ആശാ വർക്കർമാർ കേരളത്തിൽ ഈ ഓണറേറിയം ഉൾപ്പെടെ, സംസ്ഥാന ഓണറേറിയം ഒപ്പം തന്നെ ഇൻസെൻറ്റീവിൽ
കേന്ദ്രവും കേരളവും തമ്മിൽ അനുപാതം എന്ന് പറഞ്ഞാൽ 100 രൂപ മുടക്കുകയാണെങ്കിൽ 40% അതിലും കേരള സംസ്ഥാനം നൽകണം. അങ്ങനെ 10,000 മുതൽ 13,500 രൂപ വരെ പ്രതിഫലമായി വാങ്ങുന്നുണ്ട്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലും ഈ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യുമ്പോഴാണ് സംസ്ഥാനത്ത് ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാക്കി SUCI ഒരു സമരം നടത്തുന്നത്. ആ സമരത്തിൽ BJP നേതാക്കളും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒന്നിച്ച് കൈകോർക്കുകയാണ്. എന്നിട്ട് വലിയ തരത്തിലുള്ള പ്രചരണം സംഘടിപ്പിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ തന്നെ ആശാ വർക്കർമാരുടെ തന്നെ ഔദ്യോഗികമായി സമരം നടത്തുന്ന SUCIയുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ നാളെ നടത്തുന്ന നിയമസഭാ മാർച്ച് അക്രമാസക്തമാകണമെന്നും വലിയ തരത്തിലുള്ള അക്രമം അതിനെ തുടർന്ന് ഉണ്ടാകണമെന്നും വലിയ തരത്തിൽ ലാത്തിച്ചാർജിൽ ആശാ വർക്കർമാർക്ക് പരിക്കേറ്റുന്ന തരത്തിൽ സമരം കൊണ്ടുപോകണമെന്നും ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം ആകെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനരോഷം ഉയർത്തിക്കൊണ്ടുവരണം എന്ന തരത്തിലുള്ള ഗൂഢാലോചനയും അതിൻ്റെ വാട്സപ്പ് സന്ദേശങ്ങളും വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളും അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം വാർത്തയിൽ പുറത്തുവിട്ടതാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷം അകത്ത് നാളെ ഈ സമരത്തിന് പിന്തുണ നൽകുന്നു എന്ന് മാത്രമല്ല അത് BJPയും കോൺഗ്രസും മാർച്ചിന് ഒരുപോലെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാളെ നിയമസഭയ്ക്കുള്ളിൽ ഇതേ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക, പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം. അതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ വിശദാംശങ്ങളുമായി രേഖകളടക്കം തെളിവിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിടുന്നത്. ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഈ ആശാ വർക്കർമാരുടെ ഓണറേറി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അവർക്കൊപ്പമാണ്. ഒരു തരത്തിലും അവർക്കെതിരെ നിൽക്കുന്ന നിലപാട് സംസ്ഥാനത്തിനില്ല. ഈ രണ്ടാം നൃപൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങളും അന്ന് നടത്തിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ ബൈറ്റും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരലൽ ലോകത്ത് നടക്കുന്നത് ഇങ്ങനെയൊന്നും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നതാണ്. കൃത്യമായി ഇടപെടേണ്ടത് കേന്ദ്രമാണ്, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളികളാണ്. പക്ഷെ അവരെ തൊഴിലാളികളായി പോലും അംഗീകരിക്കാൻ കേന്ദ്രം നയം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഈ സമയത്ത് അറിയേണ്ടത്. ഇന്നലെ എന്തായാലും സുരേഷ് ഗോപി ഈ സമരപന്തലിൽ എത്തുന്നു, നൃത്തം ചെയ്യുന്നു, അവർക്കൊപ്പം പാട്ടുപാടുന്നു. എല്ലാ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റു പ്രതിപക്ഷ നേതാക്കൾ ആരൊക്കെയാണ് ഈ സമരപന്തലിൽ വന്നുപോയത് എന്നൊന്നറിഞ്ഞാൽ കൃത്യമായി നമുക്ക് ഇതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് പോകാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും അവരുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് വഴി, അവർ സോഷ്യൽ മീഡിയ വഴി ഈ സമരത്തിന് പിന്തുണ അവർ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ K മുരളീധരൻ, അതോടൊപ്പമാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയത്. VD സതീശൻ ആ സമരപന്തലിലെത്തി ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല അത് മുഴുവൻ കുറ്റവും സംസ്ഥാന സർക്കാരിനെതിരെ ആരോപിക്കുകയും ചെയ്തു. വസ്തുതകൾ വിശദീകരിച്ച സംസ്ഥാനത്തെ മന്ത്രിമാർ ആശാ വർക്കർമാരെ അവഹേളിച്ചു എന്ന തരത്തിലും പറഞ്ഞു. ആശാ വർക്കർമാരെ മുഴുവൻ അവഹേളിക്കുന്ന ഒരു തരത്തിലുള്ള സമീപനവും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. വീണ ജോർജ് തന്നെ വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ കണക്കെടുക്കാം. ഈ സമരത്തിൽ കേരളത്തിലെ ആകെ ആശാ വർക്കർമാരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. 26,125 ആശാ വർക്കർമാരാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ ആകെ സമരത്തിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കാണ് 22,169 പേരാണ്. കാര്യങ്ങൾ ബോധ്യമായി അതിൽ നിന്ന് 502 പേർ വീണ്ടും സമരത്തിൽ നിന്ന് പിന്മാറി ജോലിയിൽ പ്രവേശിച്ചു. ഇതിൽ ജോലിയിൽ പ്രവേശിക്കാത്ത മറ്റ് ചില അസുഖങ്ങളോ മറ്റ് ചില ബുദ്ധിമുട്ടുമായി വ്യക്തിപരമായി പങ്കെടുക്കാത്തവരുമാകും. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ 2,169. ഇപ്പോൾ ആകെ പങ്കെടുക്കുന്നവരുടെ കണക്ക് 1,690 ഇന്നത്തെ കണക്കൂടി പരിശോധിച്ചാൽ അത് വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആകെ 225 പേർ, സമരം നടക്കുന്ന തലസ്ഥാന ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് ആകെ 114 പേർ, ആലപ്പുഴയിൽ 46 പേർ, പാലക്കാട് 117 പേർ. 26,125 ആശാ വർക്കർമാരുള്ളപ്പോൾ ആകെ ഇപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 1,690 പേരാണ്. എന്നിട്ടും ആ സമരത്തിന് നേതൃത്വം നൽകുന്ന SUCI ആയിട്ടും ഒരു തരത്തിലും സംസ്ഥാന സർക്കാർ ഒരു വിവേചനവും സമരത്തിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഈ ആശാ വർക്കർമാരുടെ നിലപാട്, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സ്കീമായതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇത് മറച്ചു വയ്ക്കുന്ന സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്കൊപ്പം ആദരണീയനായ കേരളത്തിലെ ഞാൻ നൃപനിലേക്ക് വരാം.